ഗൈസ് വാട്സ്ആപ്പ് ഗൈസ്, ഞാൻ കുറെ നാളായി വിചാരിക്കുന്നു യൂട്യൂബിൽ ഒരു ലോങ് വീഡിയോ ചെയ്യണമെന്ന്. പക്ഷെ എന്തോ പറ്റണില്ല. ഒന്ന് മര്യാദയ്ക്ക് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടായിരുന്നില്ലായിരുന്നു. പിന്നെ ഇപ്പോ തനി എവിടുന്നൊക്കെയോ ചെയ്യാമെന്നൊക്കെയുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ ഒപ്പിച്ചുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിവേ, ഞാൻ ഇപ്പൊ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ വിചാരിച്ചു എന്റെ ഒരു വെയിറ്റ് ലോസ് ജേർണി ഞാൻ നിങ്ങളായിട്ട് പറയാന്ന് വിചാരിച്ചു. ഞാൻ നമ്മുടെ കൊറോണ ടൈം എന്ന് പറയുമ്പോൾ 2020 ആ ഒരു ടൈം പീരീഡ് ഒക്കെ എനിക്ക് നല്ല വെയിറ്റ് ഉണ്ട്. 2020 വരെ എനിക്ക് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ മറ്റേ ചബ്ബിയായിരുന്നു, അങ്ങനെയായിരുന്നു. ആൻഡ് അതിനുശേഷം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് അമ്മ ഉണ്ടായിരുന്നു ഇവിടെ. അമ്മ ആ ടൈമിൽ അമ്മ ഗവൺമെന്റ് എംപ്ലോയി ആണ്. അപ്പൊ അമ്മയ്ക്ക് ഡെയിലി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ഉണ്ടായിരുന്നു. അപ്പൊ കൊറോണ ടൈമിൽ ആർക്കും പുറത്തു പോകാൻ പറ്റത്തില്ലായിരുന്നല്ലോ. അപ്പൊ ഞാനും അമ്മ ഉണ്ടായിരുന്നു വീട്ടില്. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് രണ്ടുപേർക്കും കൂടെ ജസ്റ്റ് ഒരു ജേർണി പോലെ ലൈക്ക് വെയിറ്റ് ലോസ് ചെയ്യാന്നുള്ള രീതിയിൽ. ആ ടൈമിൽ എനിക്ക് തോന്നുന്നു കൊറോണ ടൈമിൽ കുറെ പേര് വെയിറ്റ് ഉണ്ടായിരുന്നവരൊക്കെ വെയിറ്റ് കുറയ്ക്കുന്നു, വെയിറ്റ് കുറഞ്ഞവരൊക്കെ വീട്ടിലിരുന്ന് ഫുഡ് കഴിച്ച് കുറച്ച് വെയിറ്റ് കൂടുന്നു. അങ്ങനെ ഒരു ടൈം പീരീഡ് ആയിരുന്നു അത്. അപ്പോ ഞാൻ വിചാരിച്ചു, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആര്യ പാർവതി. ആള് ഇതേപോലെ വെയിറ്റ് ലോസ് ചെയ്തായിരുന്നു. ലൈക്ക് ആള് എന്നെ മോട്ടിവേറ്റ് ചെയ്തത് ആക്ച്വലി ആര്യായിരുന്നു കേട്ടോ. ആര്യാണ് ആക്ച്വലി എന്റെ അടുത്ത് ആദ്യം പറയുന്നത്, ചക്കി നീ ഇതൊന്ന് ചെയ്ത് നോക്ക്, ഇത് വെയിറ്റ് ലോസ് ഒന്ന് ചെയ്ത് നോക്ക് എന്നുള്ള രീതിയിൽ എന്നോട് ആദ്യമായിട്ട് പറയുന്നത് ആര്യായിരുന്നു. അവൾ എന്നോട് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നായിരുന്നു, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു തന്നായിരുന്നു. ആൻഡ് ഞാനും പയ്യെ തുടങ്ങി. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ദേവൻ, അപ്പം അവനും എന്നെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്തായിരുന്നു കേട്ടോ. ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹെൽപ്പ് ചെയ്തായിരുന്നു. പിന്നെ അമ്മയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ തുടങ്ങി. ആദ്യം എനിക്ക് മറ്റേ വെയിങ് മെഷീൻ ഉണ്ടായിരുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഷുഗർ കട്ട് ചെയ്തായിരുന്നു. ഒരു മിനിറ്റ്, അത് ഇക്കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു. എനിക്ക് അതിന് മുന്നേ കൊളസ്ട്രോളും ഷുഗറിന്റെ ഒരു ബോർഡർ ലൈനിലൊക്കെ ആയിരുന്നു ഞാൻ. കൊളസ്ട്രോള് ഉണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞായിരുന്നു ഈ വറുത്തത്, പൊരിച്ചത്, ചിക്കൻ ഫ്രൈ അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കരുതെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ അതിനെ ഓൾറെഡി കൺട്രോൾ ചെയ്യണമായിരുന്നു. അങ്ങനെ ഒരു ഇതും കൂടെ എനിക്ക് വന്നായിരുന്നു. അപ്പോ ഇതെല്ലാം കൂടെ ആയതുകൊണ്ടും കൂടെയാണ് നമ്മൾ തുടങ്ങിയത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേപോലെ രാവിലെ എണീറ്റിട്ട് രാവിലെ ഇപ്പൊ എന്തെങ്കിലും തുടങ്ങിയ സമയത്ത് ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആയിരുന്നു പിടിച്ചത്. രാവിലെ എണീക്കും, രാവിലെ അമ്മ എന്തെങ്കിലും ഇപ്പം 2 ചപ്പാത്തിയോ അല്ലെങ്കിൽ 2 ഗോതമ്പ് ദോശയോ, ഉണ്ടയും കടല എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ ഗോതമ്പുണ്ട് വെട്ടിയിട്ട് കടലക്കകത്തേക്ക് ഇടും. അങ്ങനത്തെ ഒരു സാധനം ഈ വീട്ടിലുണ്ടാക്കും. വേറെ ആരുടെയൊക്കെ വീട്ടിലിത് ഉണ്ടാക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ വീട്ടിലുണ്ടാക്കാറുണ്ട്. അപ്പൊ ഗോതമ്പിന്റെ ഐറ്റംസ് ഒക്കെ ഞാൻ കഴിക്കാറുണ്ടായിരുന്നു. രാവിലെ രണ്ടെണ്ണം അങ്ങനെ കഴിക്കും. ഉച്ചയാകുമ്പോഴത്തേക്കും എന്തെങ്കിലും ഇപ്പൊ ഒരു പിടിച്ചോറും കുറച്ചധികം കറികളും അങ്ങനെയായിരിക്കും ഞാൻ കഴിക്കുന്നത്. അങ്ങനെ ഉച്ചയ്ക്കും ആ ഒരു മീല് കഴിക്കും. വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ഫ്രൂട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ചധികം ഫ്രൂട്ട്സും അങ്ങനെ കാര്യങ്ങളൊക്കെ കൂടെ കഴിച്ചിട്ട് അവിടെ നിൽക്കും. ഒരു 4 മണി മാക്സിമം 4 മണിക്ക് അപ്പുറത്തേക്ക് ഞാൻ കഴിക്കാറുണ്ടായിരുന്നില്ല. അതായത് 16:8 ആയിരുന്നു. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് തന്നെ കുറെ ഉണ്ട്. 16:8, 20:4 അങ്ങനെ കുറെ ഉണ്ട്. ഞാൻ പിടിച്ചത് 16. അതാണ് നല്ലത്. കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് ഹെൽത്തിന് കുറച്ചുകൂടെ നന്നായിട്ടുള്ളത് 16:8 ആണ്. 20:4 ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെയിറ്റ് കുറയും. പക്ഷെ പറഞ്ഞ പോലെ നമുക്കത് അത്ര ഹെൽത്തി ആയിരിക്കത്തില്ല, ഹെൽത്തി ഓപ്ഷൻ അല്ല. 16:8 പിടിച്ചു. എന്നിട്ട് ഈ പറഞ്ഞ പോലെ രാവിലെ ഉച്ചയ്ക്കും രാത്രിയിൽ 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വരെ ഈ ഒരു പാറ്റേണിൽ ഫോളോ ചെയ്തു. പിന്നെ വർക്കൗട്ട് ചെയ്യായിരുന്നു. യൂട്യൂബിൽ ഇതേപോലെ കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ വർക്കൗട്ട് ചെയ്ത് ഒരു ഓൾമോസ്റ്റ് ഒരു 1 മന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ അമ്മ എനിക്ക് വെയിങ് മെഷീൻ വാങ്ങിച്ചു തന്നായിരുന്നു. അപ്പൊ ജസ്റ്റ് ഇത് നോക്കിയപ്പോ എനിക്ക് ആ സമയത്ത് അതിന് മുന്നേ എനിക്ക് 75 ആയിരുന്നു. എന്നിട്ട് വെയിങ് മെഷീൻ കിട്ടിയിട്ട് ഞാൻ ആദ്യം വെയിറ്റ് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഓൾമോസ്റ്റ് 68 69 ആ ഒരു റേഞ്ചിലേക്ക് പോയി. അപ്പൊ എനിക്കിങ്ങനെ ഒരു കോൺഫിഡൻസ് കിട്ടി. കൊള്ളാലോ, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളൊരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു റിസൾട്ട് ചെറുതായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് വരും. ഓക്കെ, പിന്നെ ചെയ്യണം, ആ ഒരു മോട്ടിവേഷൻ വരും. നമ്മളൊരു കാര്യത്തിന് എഫേർട്ട് ഇട്ടിട്ട് അതിനൊരു ചെയ്ത റിസൾട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെയും ചെയ്യാനുള്ള ടെൻഡൻസി വരും. അതേപോലെ എനിക്ക് വന്നായിരുന്നു. എന്നിട്ട് ഞാൻ ഇതേപോലെ വെയിങ് മെഷീൻ വാങ്ങിച്ചു നോക്കി. 68 ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ ഈ പാറ്റേണിൽ തന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഒരു 3 to 4 മന്ത് ഞാൻ ഇങ്ങനെ തന്നെ പോയി. എനിക്കൊരു അതായത് 75-ൽ നിന്ന് ഞാനൊരു 58-ലേക്ക് എത്തിയായിരുന്നു. അത്രയും വരെ എത്തിയത് ഞാൻ ആക്ച്വലി നല്ല ഡയറ്റിലായിരുന്നു. ആക്ച്വലി വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് മാത്രം കഴിച്ച് ഷുഗർ കട്ടൊക്കെ എടുത്ത് അങ്ങനത്തെ ഒരു ഡയറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ കൊറോണ കഴിഞ്ഞ് മറ്റേ കോളേജൊക്കെ തുറന്നായിരുന്നു.
കോളേജ് തുറന്നപ്പോ പിന്നെ ഞാൻ ബാക്ക് ടു നോർമൽ ആയില്ലായിരുന്നു. പക്ഷെ ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള എന്റെ ഹെൽത്ത്, ലൈക്ക് ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര അൺഹെൽത്തി ഡയറ്റ് ആയിരുന്നു. അതായത് ഇപ്പൊ ഒരു ദിവസം ഫുഡ് കഴിക്കുവാണെങ്കിൽ പിറ്റേ ദിവസം ചായ അല്ലെ കാപ്പി, അങ്ങനെ ഇപ്പൊ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം രാത്രിയിൽ ചായ മാത്രം കുടിക്കും. അങ്ങനെ വെയിറ്റ് കുറയ്ക്കുമായിരുന്നു. അപ്പം കുറച്ചും കൂടെ എനിക്ക് വെയിറ്റ് പെട്ടെന്ന് കുറയാൻ തുടങ്ങിയായിരുന്നു. അതായത് ഇപ്പൊ ഒരു ദിവസം കഴിച്ചിട്ട് ഞാൻ 2-3 ദിവസത്തേക്ക് പിന്നെ ചായ കാപ്പി അങ്ങനെ അതിൽ മാത്രമായിട്ട് സ്റ്റിക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ കുറച്ചുകൂടെ പെട്ടെന്ന് എനിക്ക് വെയിറ്റ് കുറയായിരുന്നു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പിന്നെയും വെയിറ്റ് കുറച്ച് കഴിയുമ്പോൾ പിന്നെയും പെട്ടെന്ന് കുറയുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് കൂടാൻ ടെൻഡൻസിയും വരും. അപ്പൊ എനിക്ക് പേടിയാവാൻ തുടങ്ങി. അയ്യോ, ഞാൻ ഇത് കഴിച്ച് ഈ പാറ്റേൺ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വെയിറ്റ് പിന്നെയും കൂടുതലോ എന്നൊരു പേടി വരാൻ തുടങ്ങിയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഒരു 2 ഇയേഴ്സ് ഞാൻ ഭയങ്കര 2 ഇയേഴ്സ് അല്ല, ഞാൻ ഇപ്പോഴും അത്രയും അങ്ങോട്ട് പ്രോപ്പർ ഹെൽത്തി ഡയറ്റിലേക്ക് ഞാൻ വന്നിട്ടില്ല. ഞാനിപ്പം പയ്യെ ശ്രമിക്കുന്നുണ്ട്. കാരണം എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് എന്റെ എനർജി പയ്യെ വീക്ക് ആവാൻ തുടങ്ങുന്നുണ്ട്. എനിക്ക് പഴയ പോലെ പണ്ട് വണ്ണുണ്ടാകുന്ന ടൈമിൽ എന്ന് പറയുമ്പോൾ എനിക്ക് കുറേ കൂടെ എനർജി കിട്ടുന്നുണ്ടായിരുന്നു. എവിടെയെങ്കിലൊക്കെ ട്രാവൽ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും അങ്ങനെ ക്ഷീണമൊന്നും വരാറില്ല, അത്ര ക്ഷീണമൊന്നും വരാറുണ്ടായിരുന്നില്ലായിരുന്നു. പക്ഷെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും തൊട്ട് എനിക്കിങ്ങനെ ഹെൽത്തിന് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങിയായിരുന്നു. എന്റെ അടുത്ത് സൈഡിൽ കൂടെ എന്റെ കൂട്ടുകാരും വീട്ടുകാരൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളാരും പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലോ, നമുക്ക് അനുഭവിച്ചാലേ പഠിക്കത്തുള്ളല്ലോ. എന്നാൽ ഇപ്പോഴും എനിക്ക് പ്രോപ്പർ ഡയറ്റില് നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അങ്ങനെ പ്രോപ്പർ ഡയറ്റിലേക്ക് വരാനായിട്ട് എനിക്ക് ഇപ്പോഴും പറ്റുന്നില്ല. ഞാൻ അത് ശ്രമിക്കുന്നുണ്ട് വരാനായിട്ട്. പക്ഷെ ഈ വെയിറ്റ് കൂടുമോ എന്നുള്ളൊരു പേടി കാരണം നമുക്കിങ്ങനെ ഒരു പേടി തട്ടി, വെയിറ്റ് കൂടുവോ എന്നുള്ളൊരു സാധനം. അത് കാരണം എനിക്ക് പ്രോപ്പറായിട്ട് വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഞാൻ പയ്യെ വെയിറ്റിനെ അല്ല നമ്മുടെ ഹെൽത്തിനെയാണ് നോക്കേണ്ടത് എന്നുള്ളൊരു ട്രാക്കിലേക്ക് എന്റെ മൈൻഡിനെ കൊണ്ടെത്തിക്കാൻ വേണ്ടി ഞാൻ നോക്കുന്നുണ്ട്. അപ്പം ഇതായിരുന്നു എന്റെ ഒരു വെയിറ്റ് ലോസ്. അതായത് പിന്നെ ഞാൻ ആ ടൈം പീരീഡ് നടക്കുമായിരുന്നു. ആദ്യത്തെ ഒരു കുറച്ച് നാളെന്ന് പറയുന്നത് ഇതേപോലെ യൂട്യൂബ് വീഡിയോസും അങ്ങനെ കണ്ടൊരു 30 മിനിറ്റ്സ് 35 മിനിറ്റ്സ് 40 മിനിറ്റ്സ് അങ്ങനെ വർക്കൗട്ട് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു പാട്ടൊക്കെ കേട്ടിട്ട് ഡെയിലി ഒരു 2 മണിക്കൂറോളം ഞാൻ ഇങ്ങനെ നടക്കും. ഒരു 2 മണിക്കൂറോളം വീടിന്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ നടക്കും. അത് എന്നെ നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലായത് നമ്മൾ വർക്കൗട്ട് ചെയ്യണം, വർക്കൗട്ട് ചെയ്തിട്ട് തന്നെ വണ്ണം കുറയ്ക്കണം. അതിന്റെ കൂടെ തന്നെ ഫുഡാണ് നമ്മുടെ മെയിൻ. 80% നമ്മൾ കഴിക്കുന്ന ഫുഡിലാണുള്ളത്. ബാക്കി 20% നമ്മുടെ വർക്കൗട്ടിൽ നമ്മളെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം അത് വെയിറ്റ് ലോസ് മാത്രമല്ല, വെയിറ്റ് ഗെയിനിങ് ആണെങ്കിലും നമ്മുടെ ഫുഡിലാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. പക്ഷെ എന്ന് കരുതി ഫുഡ് കട്ട് ചെയ്തിട്ട് ഒരിക്കലും ഫുഡ് മാറ്റി നിർത്തിയിട്ട് ഒരിക്കലും നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യരുത്. ഹെൽത്തി ഫുഡ് കഴിച്ചിട്ട് നമുക്കൊരു കാലറി ഇൻടേക്ക് ഉണ്ടായിരിക്കും. മറ്റേ ഒരു ഹെൽത്തിഫൈ മീ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതിനകത്ത് നമ്മുടെ വെയിറ്റും ഹൈറ്റും നമുക്ക് അവര് ചോദിക്കും കുറെ, നമുക്ക് എന്തെങ്കിലും ഹെൽത്തിന് പ്രശ്നങ്ങളുണ്ടോ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. അപ്പൊ നമ്മളതൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ കാലറി ഇൻടേക്ക് ഉണ്ട്, ഒരു പെർ ഡേ നമുക്ക് ഇത്ര പർട്ടിക്കുലർ കാലറി ഇൻടേക്ക് ഉണ്ട് എന്ന് അവർ പറഞ്ഞു തരും. അത് ത്രൂ നമ്മൾ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ഇപ്പൊ എനിക്കൊരു 1500 അങ്ങനെയാണ് എന്റെ കാലറി ഇൻടേക്ക്, 1500 or 400 അത്ര അങ്ങനെയാണ് എന്റെ കാലറി ഇൻടേക്ക്. അപ്പോ ആ ഒരു കാലറി ഇൻടേക്കിനുള്ളിൽ തന്നെ നമ്മൾ നമ്മുടെ ഫുഡിനെ മാക്സിമം സ്റ്റോപ്പ് ചെയ്യാൻ നോക്കണം. മാക്സിമം എന്നല്ല, അതിനുള്ളിൽ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതിന്റെ കൂടെ തന്നെ നമ്മൾ മാക്സിമം പ്രോട്ടീൻ ഇൻടേക്കും വേണം. എനിക്ക് ആ സമയത്ത് ഇപ്പം മര്യാദയ്ക്ക് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഞാൻ ഒത്തിരി പ്രോട്ടീൻ ഇൻടേക്ക് ഒന്നും എടുക്കണുണ്ടായിരുന്നില്ല. പ്രോട്ടീൻ ഇൻടേക്കും അത്യാവശ്യം നല്ല പോലെ തന്നെ വേണം. അതായത് നമ്മുടെ വെയിറ്റിനനുസരിച്ച് തന്നെ ഇപ്പം എനിക്കിപ്പോ 54 ഉണ്ട്, 54 kg തന്നെ നമ്മൾ പ്രോട്ടീൻ കഴിക്കണം. എങ്കിലേ നമുക്ക് എനർജി കൂടുമല്ലോ. പിന്നെ എല്ലാം പ്രോട്ടീൻ ആവശ്യമാണ് നമ്മുടെ ബോഡിയിൽ. ആ ഒരു എമൗണ്ട് ഓഫ് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ എത്തണം. അതേപോലെ തന്നെ എല്ലാം വേണം നമ്മുടെ ശരീരത്തിൽ. ഇതൊക്കെ എനിക്ക് പറ്റിയ മിസ്റ്റേക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഒരിക്കലും ഇനി വെയിറ്റ് ലോസ് ചെയ്യുന്ന ഒരു കുട്ടിയും ഒരിക്കലും ഫുഡ് കട്ട് ചെയ്തിട്ട് വെയിറ്റ് ലോസ് ചെയ്യരുത്. കാരണം എനിക്ക് പറ്റിയൊരു പ്രശ്നമാണ്. എനിക്ക് ആ പാറ്റേണിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരിക്കലും ഫുഡ് കട്ട് ചെയ്തിട്ട് വെയിറ്റ് ലോസ് ചെയ്യരുത്. ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ പോർഷൻ കൺട്രോൾ ചെയ്തിട്ട് തന്നെ വെയിറ്റ് ലോസ് ചെയ്യണം. വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ളവർ, എനിക്കത് പ്രോപ്പറായിട്ട് പറഞ്ഞുതരാൻ അറിയില്ല, വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ളവർ അതിനനുസരിച്ച് ഫുഡ് എടുക്കണം. അപ്പൊ ഇതായിരുന്നു എന്റെ വെയിറ്റ് ലോസ് ജേർണി. ആൻഡ് ഐ ഫീൽ ഹാപ്പി. വെയിറ്റ് ലോസ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിങ്ങനെ കുറച്ചും കൂടെ കോൺഫിഡന്റ് ആവാൻ തുടങ്ങി. നമ്മളെപ്പോഴും വെയിറ്റ് ലോസ് ചെയ്യുമ്പം ഒരിക്കലും നമ്മൾക്ക് എനിക്ക് വണ്ണം കൂടുതലാണല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ ഇൻസെക്യൂരിറ്റി കൊണ്ട് ഒരിക്കലും വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി പോകരുത്. നമ്മുടെ ഹെൽത്തിന് ഞാനൊക്കെ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഹെൽത്ത് പ്രോപ്പർ ആയിരിക്കണം, നമ്മുടെ ബോഡി ഫിറ്റ് ആയിരിക്കണം. നമുക്ക് കണ്ണാടി ഒരു കാര്യമുണ്ട്, നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്തിട്ട് നമ്മളൊരു ഡ്രസ്സ് ഇട്ടിട്ട് കണ്ണാടിയിലൊക്കെ നോക്കുമ്പോഴത്തേക്കും
അത് ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് വേറെ ലെവലാണ്. ആ കോൺഫിഡൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. ഇങ്ങനെ വീഡിയോ എടുക്കാനും ഒക്കെ ഒരു ടെൻഡൻസി വരും. അതല്ലെങ്കിലും ടെൻഡൻസി വരണം. പക്ഷെ ഞാൻ പറഞ്ഞത് കുറച്ചും കൂടെ ഒരു ഇത് വരും. അപ്പം വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ പ്രോപ്പറായിട്ട് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഹെൽത്തിഫൈ മീയോ അങ്ങനത്തെ കുറെ ആപ്പുകളുണ്ട്. ഞാൻ നോക്കിയത് ഹെൽത്തിഫൈ മീ ആയിരുന്നു. അപ്പൊ അതേപോലെ അതിനകത്തൊക്കെ നോക്കിയിട്ട് നമുക്ക് എത്ര കാലറി ഇൻടേക്ക് ഉണ്ട് എടുക്കാൻ പറ്റും അത് നോക്കി അതിനനുസരിച്ച് ഫുഡ് കഴിച്ച് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും പ്രോപ്പറായിട്ട് മീൽ കഴിക്കണം. അതിനുശേഷം വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് ചെയ്തതിന് ശേഷം അങ്ങനെ പയ്യെ കുറയ്ക്കുക. പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസിയും വരും. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. ഞാൻ ഓരോ നിങ്ങൾക്ക് അറിയേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ട് തന്നെ പറഞ്ഞുതരാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. അപ്പൊ ഓക്കെ, ബൈ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. അപ്പൊ ഓക്കെ, ബൈ.